ലോ അക്കാദമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം തിങ്കളാഴ്ച ചേരും. അതേസമയം ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ മുരളീധരനും വി രാജേഷും നിരാഹാര സമരം തുടരുകയാണ്. വിദ്യാർത്ഥി സമരം 24ാം ദിവസത്തിലേക്ക് കടന്നു. ഒപ്പം ഇന്ന് ADMന് മിനിറ്റ്സും കൈമാറി. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ഏറ്റവും പുതിയ വിവരം. ഇന്ന് ജെക്സി തോമസ്, BRM ഷഫീർ, ABVP പ്രതിനിധി മനു, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ SR ശക്തിധരൻ എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ ചേരുന്നത്. ചർച്ചയിലേക്ക് പോകുമ്പോൾ ലോ അക്കാദമി സമരത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, ലക്ഷ്മി നായരെ മാറ്റിയത് ഗവേണിംഗ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടെയാണെന്ന് തെളിയിക്കുന്ന മിനിറ്റ്സും ഇന്ന് കൈമാറി. സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്? ഇന്നലെ ജില്ലാ ഭരണകൂടവുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിലെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ലക്ഷ്മി നായരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റിയതിന്റെ അടിസ്ഥാന രേഖ എന്താണ്, അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിൽ യോഗം ചേർന്ന ശേഷം മുഴുവൻ അംഗങ്ങളും ഒപ്പിട്ട മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണോ ലക്ഷ്മി നായരെ മാറ്റിയത് എന്നതായിരുന്നു പ്രധാനമായും ഇന്നലെ ADMുമായി വിദ്യാർത്ഥി ഐക്യത്തിന്റെ പ്രവർത്തകർ ASF, KSU, MSF, ABVP എന്നിവരുടെ പ്രവർത്തകർ പ്രധാനമായും ഉയർത്തിയിരുന്ന ഒരു ആവശ്യം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇന്നലെ നടന്ന ചർച്ചയിൽ ഇന്ന് രേഖകൾ ഹാജരാക്കിക്കൊള്ളാമെന്ന് മാനേജർ കൊടിയക്കോട് നാരായണൻ നായർ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം ADM ജോൺ സാമുവലിന് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് കൈമാറുകയും ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇത് നിർണായകമായ വഴിത്തിരിവുണ്ടാക്കുമെന്നതായിരുന്നു എല്ലാം പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ പറഞ്ഞത് ഇത് പോരാ, സമരം തുടരും, പകരം ഇനി ജില്ലാ ഭരണകൂടവുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയുമില്ല, പകരം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ചർച്ചയ്ക്ക് വിളിക്കട്ടെ എന്നതായിരുന്നു അവരുടെ ആവശ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും സമരം തുടരുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് KSU പ്രവർത്തകർ പുന്നൻ റോഡിൽ പ്രവർത്തിക്കുന്ന ലോ അക്കാദമി ലോ കോളേജിന്റെ റിസർച്ച് സെന്ററിന് നേരെ ആക്രമണം നടത്തുകയുണ്ടായി. ആക്രമണത്തിൽ റിസർച്ച് സെന്ററിന്റെ ജനൽ ചില്ലുകൾ തകർക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം അവിടെ മന്ദിരത്തിൽ കരിങ്കടി കെട്ടുകയും കരിയോയിൽ ഒഴിക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ലോ അക്കാദമി ലോ കോളേജിന് മുന്നിലുള്ള വിദ്യാർത്ഥികളുടെ സമരം 24 ദിവസങ്ങൾ പിന്നിട്ട് 25ാം ദിവസത്തിലേക്ക് നാളെ കടക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായും ജീവൻ, തുടർന്നുള്ള വിവരങ്ങൾക്ക് ചർച്ചയ്ക്കിടയ്ക്ക് അനിവാര്യമെങ്കിൽ വിളിക്കുകയും ചെയ്യാം. ജീവൻ, BRM ഷഫീറിലേക്ക്. ഷഫീർ, ലക്ഷ്മി നായരെ മാറ്റിയത് ഗവേണിംഗ് കൗൺസിലിൻ്റെ മിനിറ്റ്സിൻ്റെ അംഗീകാരത്തോടു കൂടിയാണോ, അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടിയാണോ എന്നാണ് ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. അതിൻ്റെ മിനിറ്റ്സും ഹാജരാക്കി. ഇനി എന്തു വേണം? മിനിറ്റ്സ് ഹാജരാക്കിയാൽ സമരം അവസാനിപ്പിക്കാമെന്ന് KSU പറഞ്ഞിട്ടില്ല, KPCC പറഞ്ഞിട്ടില്ല. ഒന്ന്, ഇന്നലെ ADMന്റെ മുമ്പാകെ പൊതുവായി വിദ്യാർത്ഥികൾ ഒരു സംശയം ഉന്നയിച്ചു. ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് 4 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ചുമതലപ്പെടുത്തിയത് ഈ പറയപ്പെടുന്ന ഗവേണിംഗ് കൗൺസിലാണോ എന്നുള്ള സംശയമാണ് ഉയർന്നു വന്നത്. ADM പറഞ്ഞു മിനിറ്റ്സ് ഹാജരാക്കാൻ പറഞ്ഞു. ഡോക്ടർ നാരായണ സാർ പറഞ്ഞു എനിക്ക് 1 മണിക്കൂർ സമയം വേണം. 1 മണിക്കൂർ കഴിഞ്ഞു, ADM അവിടെ കാത്തിരുന്നു, വന്നില്ല. പിന്നെ പറഞ്ഞു നാളെ ഹാജരാക്കാം. ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്ന മിനിറ്റ്സ് 2 പ്രത്യേകതകളുള്ളത്. ഒന്ന്, ഇന്നലെ രാത്രിക്ക് ശേഷം എഴുതി ചേർത്തതാണ്, ആവശ്യമുള്ള വാചകങ്ങൾ ചേർത്തുകൊണ്ട് എഴുതി ചേർത്തതാണ് മിനിറ്റ്സ്. ഹാജരാക്കിയ മിനിറ്റ്സിൽ, അതാണ് അതിൻ്റെ പുതുമ, കഴിഞ്ഞ 2 കൊല്ലമായി ഗവേണിംഗ് ബോഡി കൂടിയതായിട്ട് ഡേറ്റുകൾ കൊണ്ട് കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ കേരള ലോ അക്കാദമിയുടെ ഗവേണിംഗ് കൗൺസിൽ 2 കൊല്ലമായിട്ട് ഇല്ല. ഇന്നലെ ഈ മിനിറ്റ്സ് ഹാജരാക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് നടത്തിയതാണ് ഒന്ന്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അജിം ഷാദേ, ലക്ഷ്മി നായരെ മാറ്റി നിർത്തണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി 4 അംഗ ആളുകളെ റെസൊല്യൂഷൻ പാസ്സാക്കി ചുമതലപ്പെടുത്തിയിട്ടില്ല മിനിറ്റ്സിൽ. ഇന്ന് ഹാജരാക്കിയ മിനിറ്റ്സിൽ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, ജയിക്കല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനേജ്മെന്റ് പ്രതിനിധികൾ അത് ഹാജരാക്കട്ടെ. ഹാജരാക്കിയ മിനിറ്റ്സിൽ ഈ 4 പേരെ റെസൊല്യൂഷൻ പാസ്സാക്കി നിങ്ങൾ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം ഇല്ല. 2, തയ്യാറാക്കിയ മിനിറ്റ്സിലാണെങ്കിലോ 2 കൊല്ലമായിട്ട് ഗവേണിംഗ് ബോഡി കൂടിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഗവേണിംഗ് ബോഡിയും ഇല്ല. ഇപ്പൊ തയ്യാറാക്കി കൊണ്ടുവന്നതാണെങ്കിലോ കൃത്രിമമായി ഇന്നലെ ADM ഇങ്ങനെ ഒരു മിനിറ്റ്സ് ഹാജരാക്കാമോ എന്ന് ചോദിച്ചതിന് ശേഷം കൃത്രിമമായിട്ട് തയ്യാറാക്കിയതും. ഇത് വ്യക്തമാണ്, ലോ അക്കാദമി ലോ കോളേജിൽ ഗവേണിംഗ് ബോഡി നിലവിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അച്ഛനും മകളും സഹോദരനും കൊച്ചച്ഛനും കൂടിയുള്ള ഒരു കുടുംബ ട്രസ്റ്റ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷഫീറെ,
ഈ സമരത്തിന്റെ ആവശ്യം എന്തോ ഷഫീറെ? ഈ സമരത്തിന്റെ ഈ പ്രിൻസിപ്പൽ മാറി നിൽക്കുക എന്നുള്ളതല്ലേ? ഈ പ്രിൻസിപ്പൽ മാറി നിൽക്കുക എന്നുള്ളതാണോ അല്ലെങ്കിൽ രാജിവെക്കുക എന്നുള്ളതാണ്? എന്തായാലും തലസ്ഥാനത്ത് അവർ തുടരുതെന്ന് ആ ആവശ്യം നടന്നു. ഇനി രേഖകളുടെ ആധികാരികതയെ സംബന്ധിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? പറഞ്ഞോ? ഇല്ലല്ലോ, ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ രേഖകൾ ആധികാരികമല്ലാത്തതിനാൽ സമരം തുടരുന്നു? ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. കേസ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് രാജിയാണ് അതിനകത്ത് ആവശ്യം. എന്തുകൊണ്ട് രാജി? നിലവിൽ ഇവരെ പുറത്താക്കിയതായി ട്രസ്റ്റ് പറയപ്പെടുന്ന സാങ്കേതികത്വങ്ങൾക്ക് നിയമപരമായ പ്രാബല്യമില്ല എന്ന് പറഞ്ഞാൽ, ഇന്നലെ ADMന്റെ മുമ്പിൽ ഡോക്ടർ നാരായണ നായർ പറഞ്ഞത് ലക്ഷ്മിയെ മാറ്റി നിർത്തി എന്നുള്ളത് സത്യമാണ്, പക്ഷേ അതവർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അവരോട് ചോദിക്കണം. അവർക്ക് കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സിറ്റിംഗിൽ ലക്ഷ്മി നായർ സത്യത്തിൽ ഞങ്ങളത് ആഗ്രഹിക്കുകയാണ്. കാരണം SFI ഇങ്ങനെ തട്ടിക്കൂട്ടി പിന്മാറിയത് കൊണ്ട് തന്നെ ലക്ഷ്മി നായർ ഒന്ന് കോടതിയിൽ പോയിരുന്നെങ്കിൽ എന്ന് ഞങ്ങളും ആഗ്രഹിക്കപ്പോ. ലക്ഷ്മി നായർ കോടതിയിൽ പോയാൽ ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ റെഗുലേഷൻസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്തിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ, നോട്ടീസ് കൊടുത്തില്ല എന്ന കാരണത്താൽ, ഒബ്ജക്ഷൻ വാങ്ങിയില്ല എന്ന കാരണത്താൽ, അവരെ ഭാഗം കേട്ട് അവർക്ക് നാച്ചുറൽ ജസ്റ്റിസ് കൊടുത്തിട്ടില്ല എന്നുള്ള കാരണത്താൽ ആ ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ തള്ളിപ്പോവും. അവര് വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യപ്പെടും. ഈ അപകടം കണ്ടതുകൊണ്ടാണ് രാജിവെച്ചാൽ ഞാൻ എന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു, സാങ്കേതികമായ കാരണങ്ങളാൽ രാജിവെച്ചിരിക്കുന്നു എന്നൊരു പേപ്പർ എഴുതി അവിടേക്കല്ല. എന്റെ സംശയം അവിടേക്കല്ല പോകുന്നത്. അതായത് ഒരു അധ്യാപികയെ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ അവരെ മാറ്റണമെങ്കിൽ അതിനൊരു ചില പ്രൊസീജിയർ, താങ്കൾ അഡ്വക്കേറ്റ് കൂടിയാണ്. ആ പ്രൊസീജിയർ പ്രകാരം പോകുമ്പോൾ എത്ര മാസം നീണ്ടുപോകും? അങ്ങനെ അതിലേക്ക് പോയിട്ടാണ് നടപ്പാക്കുന്നതെങ്കിൽ, എന്റെ ഷഫീറെ, അങ്ങനെ നടപ്പാക്കുന്നതെങ്കിൽ ഈ സമരം എത്ര നാൾ നീണ്ടുപോകും? ഞങ്ങൾ പറഞ്ഞോ ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ പുറത്താക്കിയിരിക്കണം, ഒരു രാജിവെച്ചിരിക്കണം ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ടൈം ലിമിറ്റ് ബൗണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സമരമല്ല തുടങ്ങിയത്. ജയിക്കിരിപ്പുണ്ടല്ലോ 979 പ്രിൻസിപ്പലിന്റെ നിയമവും ചട്ടം പാലിക്കാതെയുള്ള പുറത്താക്കൽ നിൽക്കില്ല. ശ്രീ മനു, ABVP പ്രതിനിധി, അതായത് കഴിഞ്ഞ ദിവസം 8 മണിക്ക് ഒരു ചർച്ച നടന്നു. ആ ചർച്ചയ്ക്ക് ശേഷം നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. SFI പ്രവർത്തകരും SFI പ്രതിനിധികളും ABVPയും AISFും KSUവും പിന്നെ രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. 8 മണിക്ക് ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഇറങ്ങി വന്നപ്പോൾ രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന കുട്ടികളും നിങ്ങളുമൊക്കെ പറഞ്ഞത് മാറി നിൽക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആ മാറി നിൽക്കും എന്ന് പറഞ്ഞതിൽ എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് അതിലുള്ളത്? അതായത് എത്ര നാൾ മാറി നിൽക്കും, എങ്ങനെയാണ് മാറി നിൽക്കുക, അധ്യാപികയായി തുടരുമോ, ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടി 5 വർഷത്തേക്ക് മാറി നിൽക്കും, അതിനുശേഷം അധ്യാപിക ഫാക്കൾട്ടിയായും തുടരുകയില്ല, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അവർ സ്വയം രാജിവെക്കണമെന്ന്. രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞത് മിനിറ്റ്സ് ഉണ്ടോ, ഇതിൻ്റെ ഗവേണിംഗ് ബോഡിയുടെ മിനിറ്റ്സ് ഉണ്ടോ? അവസാനം മിനിറ്റ്സും ഹാജരാക്കി. ആ ഘട്ടത്തിൽ നിങ്ങൾ പറയുന്നു അതല്ല പോരാ, അവർ തന്നെ രാജിവെക്കണം. അവർ രാജിവെക്കാതെ അമേരിക്കയിൽ പോയാൽ നിങ്ങൾ അവിടെ തന്നെ സമരം ചെയ്യുമോ? മുദ്രാവാക്യം പ്രിൻസിപ്പാൾ രാജിവെക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങളെന്ന് മാത്രമല്ല, വൈകി വന്ന സമരത്തെ ആദ്യം പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനുശേഷം ആ സമരത്തിന്റെ ഭാഗമായ SFIയും പ്രിൻസിപ്പാൾ രാജിവെക്കുന്നതുവരെ സമരം തുടരും എന്ന് തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്. ആ മുദ്രാവാക്യത്തോടൊപ്പമാണ് 8 മണിക്ക് വിളിച്ച ഈ ചർച്ചയെക്കുറിച്ച് പറഞ്ഞത്. ആ ചർച്ചയിലേക്ക് അവിടെ പോകുന്ന സമയത്ത് പ്രിൻസിപ്പാൾ മാറി നിൽക്കണം എന്ന് മാനേജ്മെന്റ് പ്രതിനിധി പറയുന്നതിന് മുൻപേ ആ മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ആവശ്യം മുന്നോട്ട് വെച്ചത് SFIയുടെ വിജിൻ എന്ന് പറയുന്ന സംസ്ഥാന ഭാരവാഹിയാണ്. അദ്ദേഹമാണ് അവിടെ മുന്നോട്ട് വെച്ചത്, പ്രിൻസിപ്പാൾ മാറി നിൽക്കണം. അപ്പോൾ തന്നെ കുട്ടികൾ ചലഞ്ച് ചെയ്തു, പ്രിൻസിപ്പാൾ രാജിവെക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ നടക്കുകയും ഈ ആവശ്യത്തോട് യോജിക്കാൻ ബാക്കി എല്ലാ ആവശ്യവും, ഈ പറയുന്ന PTA രൂപീകരിക്കും, അറ്റൻഡൻസ് പ്രശ്നങ്ങൾ, ഇന്റേണൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ ABVPയും മറ്റു സംഘടനകളും സമരം തുടങ്ങി 3-ാം ദിവസം നാരായണൻ നായർ സാർ വിളിച്ച ചർച്ചയിൽ അംഗീകരിച്ചതാണ്. ആ കാര്യങ്ങളിലെ പ്രിൻസിപ്പാൾ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വേറൊരു കാര്യമുണ്ട്, ഈ 8 മണിക്ക് വിളിച്ച ചർച്ചയല്ല, ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് SFIയുടെ നേതൃത്വവുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. അന്നാണ് ഈ 5 വർഷം എന്ന ക്രൈറ്റീരിയ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അവിടെ നിന്ന് പല ആളുകളുമായി ഞങ്ങളെ ബന്ധപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. പക്ഷെ അന്ന് വിദ്യാർത്ഥി സംയുക്ത സമിതി തീരുമാനിച്ചത് ആ ക്രൈറ്റീരിയ പോലും അംഗീകരിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷെ 5 വർഷം പറയും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് തന്നെ ഇവർ നടത്തിയ ചർച്ചയിൽ അങ്ങനെ വന്നത് ഞങ്ങൾക്ക് സൂചന കിട്ടി. പക്ഷെ 5 വർഷം പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞിട്ട് ചർച്ച ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രാജിയാണ് ഞങ്ങളുടെ ആവശ്യം എന്ന നിലയിലാണ്. പിന്നെ ഈ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത് ഇന്നലെ നടന്ന ചർച്ച, ADMുമായിട്ട് നടന്ന ചർച്ചയുടെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പിന്നെ അറിയാൻ സാധിച്ചത്. ഞങ്ങളോട് നാരായണൻ നായർ സാറ് മാനേജ്മെന്റ് പ്രതി പറഞ്ഞു, ഞങ്ങൾ
8 മണിക്ക് ശേഷം നിങ്ങൾ ഇറങ്ങിപ്പോയത് കൊണ്ടാണ് പിറ്റേ ദിവസം നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാത്തത്. ഞങ്ങളുമായി സഹകരിച്ച, ഞങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച, ഇതേ വാക്കാ ഉപയോഗിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച SFIയെ ഞങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുകയും SFIയോടൊപ്പം ഞങ്ങൾ പറഞ്ഞതെല്ലാം അവർ അംഗീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അവരുമായി ചർച്ച നടത്തി തീരുമാനിച്ചു. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളുടെ കൂടെയും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ സ്വാഭാവികമായും ഉയരുന്ന ചില സംശയങ്ങളുണ്ട്. മനു ഒരു സ്ഥാനത്തിരിക്കുന്നു, മനു രാജിവെക്കുന്നില്ല, മനുവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. പിന്നെ മനുവിന്റെ രാജിക്ക് എന്താ പ്രസക്തി? ഇവിടെ ഈ ലക്ഷ്മി നായരുടെ രാജിക്ക് ഇനി എന്താ പ്രസക്തി? അവരെ മാറ്റി ഞങ്ങൾക്ക് ഒരു സംശയം മാത്രമേ ഇന്നലെ ചോദിച്ചോളൂ. എന്തിന്റെ പേരിലാണ് നിങ്ങൾ ലക്ഷ്മി നായരെ മാറ്റി നിർത്തിയത്? ഞങ്ങളുടെ ആവശ്യമൊന്നുമല്ല അത്. നിങ്ങൾ ഞങ്ങളെ മറ്റേ നിയമപരമായ അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മറ്റ് അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചിട്ടുള്ളത്. ലോ ആൻഡ് റൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വിളിച്ചത്. പക്ഷേ നിങ്ങൾ അതിനിടയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി, ഞങ്ങളുടെ ആവശ്യം രാജിയാണ്, അതിലൊരു കുറവുമില്ല. എന്താണ് ശരിക്കും നിങ്ങൾ എന്തിനാണ് മാറ്റി നിർത്തിയത്? അറിയാനുള്ള കൗതുകപൂർവ്വം ഒരു വിദ്യാർത്ഥി ചോദിച്ചു, എന്തിനാണ് മാറ്റി നിർത്തിയത്? അതിനൊരു കാരണമില്ല. ഈ സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തിയ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞത് കൊണ്ടാണോ? കുട്ടികളുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപസമിതി തീരുമാനിച്ചു. അപ്പോഴാണ് ഈ ഉപസമിതിയുടെ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത്. 5 പേരടങ്ങുന്ന ഉപസമിതി തീരുമാനിച്ചു. പക്ഷേ SFI പുറത്ത് കാണിച്ച ലെറ്ററിൽ 4 പേര് മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത്. ഇനി 5 പേര് ഒപ്പിട്ടിരുന്നാലും ആ കാര്യങ്ങളല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ SFIക്ക് ജയിക്കാൻ വേണ്ടി അവർ പറയുന്ന വാദം പോലും തെറ്റാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ അത് പറഞ്ഞത്. അല്ല, ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, പ്രിൻസിപ്പാളിനെ തൽസ്ഥാനത്ത് നിന്ന് ഇന്ന കാരണങ്ങൾ, കുട്ടികളും ആ കാരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ചു, കുട്ടികളുമായി അനധികൃതമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അവരെ പീഡിപ്പിക്കുകയും SC/ST വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ ജോലി ചെയ്യിപ്പിക്കുകയും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത പ്രിൻസിപ്പാൾ ഉപസമിതിയും സിൻഡിക്കേറ്റും തുടങ്ങിയ എല്ലാവരും കണ്ടെത്തിയത് കൊണ്ട് മാനേജ്മെന്റ് പ്രതിനിധിക്ക് ചെയ്യാൻ പറ്റുന്നത് പുറത്താക്കിയിരിക്കുന്നു. ഈ കുറ്റമെല്ലാം തെളിഞ്ഞത് കൊണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്ന രീതിയിലുള്ള മിനിറ്റ്സുമായിട്ടാണോ നിങ്ങൾ വരുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അല്ലാതെ മാറ്റി നിർത്തി എന്നുള്ളത് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മാറ്റി നിർത്തുകയും പുറത്താക്കുകയും രാജിവെക്കുകയും മൂന്നാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പ്രിൻസിപ്പാളിന് സ്വമേധയാ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് രാജിവെക്കുക. മാനേജ്മെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് അല്ല, അതിനാണല്ലോ സമരങ്ങൾ. അവരങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. മാനേജ്മെന്റിനെ കൊണ്ട് നിങ്ങൾ എല്ലാ കാലവും സമരത്തിലിരിക്കും. ഞങ്ങൾ സമരം അല്ലല്ലോ, അങ്ങനെ വ്യക്തിയാണ് അവർ, അവർക്ക് അതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമില്ല. പക്ഷെ മാനേജ്മെന്റ് അങ്ങനല്ല, അല്ലെങ്കിൽ മറ്റ് സമര സമിതികളും പാർട്ടികളും അങ്ങനെയല്ല. പക്ഷെ അവർ വ്യക്തിയാണ്. വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ രാജിവെക്കുന്നില്ല എന്നവർ തീരുമാനിച്ചു. ആ സമരം വിദ്യാർത്ഥികളും നിങ്ങൾക്ക് എല്ലാ തരത്തിലും അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ്, ഒരു നിയമസാധ്യതയില്ലാത്ത കോളേജിന്റെ കോളേജോ അക്കാദമിയെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ പരാതി? തീർച്ചയായും അക്കാദമിയുടെ മെറിറ്റിനെ സംബന്ധിച്ചോ ഇതുവരെ പറയാൻ പാടില്ല. ഇതുവരെ അക്കാദമിയുടെ മെറിറ്റിനെ സംബന്ധിച്ച് പ്രിൻസിപ്പാളിന്റെ രാജിയുമായി തുടങ്ങിയ സമരം ഇന്നെത്തി നിൽക്കുന്നത് അക്കാദമിയുടെ വിവിധ വിഷയങ്ങളാണ്. എന്നിട്ടും വിദ്യാർത്ഥികൾ ഇപ്പോഴും പറയുന്നത് മറ്റു വിഷയങ്ങൾ, ഭൂമിയെ സംബന്ധിച്ച വിഷയങ്ങൾ, അതുപോലെ തന്നെ ഫ്ലാറ്റ് സംബന്ധിച്ച വിഷയങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ പ്രിൻസിപ്പാളിന്റെ ഈ ഡിഗ്രിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങൾ, ഇതിലൊന്നും ഞങ്ങൾ പഠിക്കുന്നില്ല. പ്രിൻസിപ്പാളിന്റെ രാജിയെ കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നു. പ്രിൻസിപ്പാൾ രാജിവെച്ചാൽ ഞങ്ങൾ വിദ്യാർത്ഥികൾ അങ്ങനെയല്ല. ആദ്യം നിങ്ങൾ പറഞ്ഞിരുന്നത് ഓർമ്മശക്തിയെ പരിഹസിക്കില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് പ്രിൻസിപ്പളിനെ മാറ്റി നിർത്തൂ, അല്ലെങ്കിൽ രാജിവെക്കണം എന്നതാണ്. ശരി, പ്രിൻസിപ്പൽ രാജിവെക്കണം, പ്രിൻസിപ്പളിന്റേതാണ് പ്രശ്നം. അക്കാദമിയുടെ മെറിറ്റോ അക്കാദമിയുടെ യശസ്സോ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് മാറുകയാണ് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നില്ല. ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ പുറത്തു വന്നതാണ്. ശ്രീ ജേക്ക്, ഇതാണ് SFI മുഴുവൻ കാര്യങ്ങളും അട്ടിമറിച്ചു, വിദ്യാർത്ഥികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി, നിങ്ങൾക്കെന്തോ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് തോന്നിപ്പിക്കുമാറുള്ള വർത്തമാനങ്ങളാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ നടത്തുന്നത്. ഈ സമരത്തിന്റെ പോക്ക് എങ്ങോട്ട് SFI എങ്ങനെ കരുതുന്നു? ലോ അക്കാഡമിയിലെ ഏറ്റവും കൂടുതൽ വരുന്ന വിദ്യാർത്ഥികളുടെ സമരം ഇതിനോടകം ചരിത്രപരമായ വിജയം നേടി അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ സമരം ചെയ്യുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും സമരം ചെയ്തുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഇതേപോലെ ചാനൽ മുറികളിൽ കയറി വർത്തമാനം പറഞ്ഞ് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാം എന്ന വ്യാജ ബോധമുള്ള കുറച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയ അജണ്ട മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പേരിൽ അവിടെ സമരം ചെയ്യുന്ന ആളുകൾ. അവരിൽ ഒരാൾക്ക് പോലും
ലോ അക്കാഡമിയിൽ അനിവാര്യമായി ഉണ്ടായ വിദ്യാർത്ഥി സമരത്തിന്റെ വിജയത്തിന് ശേഷം ആ അക്കാഡമിയുടെ മുന്നോട്ടേക്ക് പോക്ക് സംരക്ഷിക്കണമെന്നോ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവി സംരക്ഷിക്കപ്പെടണമെന്നോ ഒരു തരത്തിലുള്ള വിദ്യാർത്ഥി പക്ഷത്തു നിന്നുള്ള ബോധവും ഇല്ലാത്ത വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികൾ മാത്രമായിട്ടാണ് ഇവരെ കാണാൻ വേണ്ടി കഴിയുക. ഇവർ പറയുന്നു അക്കാഡമിയിൽ ഇപ്പോൾ നടത്തിയ ഏറ്റവും അവസാനം ഞങ്ങളുമായി നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സിന്റെ കോപ്പി ഇപ്പോൾ ഇവർ ADM-ഉം അല്ലെങ്കിൽ കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ ആവശ്യപ്പെടുകയാണ്. ഇവർ ആ സമരത്തിന് ഞങ്ങളുമായി ഉണ്ടാക്കിയ ചർച്ചയുടെ ധാരണയിൽ ആ ധാരണയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഉറപ്പുകളെ ഇവർ പുച്ഛിച്ച് തള്ളിയ ആളുകളാ. നിങ്ങൾ എന്തിനാ പിന്നെ മിനിറ്റ്സ് ചോദിച്ചത്? നിങ്ങളുടെ സമരത്തിന്റെ നിങ്ങളുടെ മുദ്രാവാക്യം രാജിയായിരുന്നു എന്നാണ് ഇപ്പോൾ വരെ പറഞ്ഞു വെച്ചത്. ഞങ്ങളുമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രിൻസിപ്പൽ പരിപൂർണമായി ആ സ്ഥാനത്ത് നിന്ന് മാറുകയും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫാക്കൽറ്റി ആയി പോലും ഒരു 5 വർഷ കാലഘട്ടം, ചുരുങ്ങിയത് 5 വർഷ കാലഘട്ടം ലോ അക്കാഡമിയുടെ ഒരു ക്ലാസ് മുറിയിലും പ്രിൻസിപ്പളായി അല്ലെങ്കിൽ ഫാക്കൽറ്റി ആയി അവർ പ്രവേശിക്കുകയില്ല എന്ന് ഞങ്ങൾ നേടിയെടുത്ത ഉറപ്പ്, ആ ഉറപ്പിന്റെ മിനിറ്റ്സ് കോപ്പിയാണ് ഇപ്പോൾ ഇവർക്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്തായി സമരത്തിന്റെ സ്ഥിതി എന്ന് അതിൽ നിന്ന് വ്യക്ത. നമുക്കറിയാം ABVP-യുടെ ആളുകൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഈ സർക്കാരിൽ വിശ്വാസം ഇല്ലാന്ന. ഇപ്പോഴെന്താ പറഞ്ഞ നിലപാട്? ഇനി വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഞങ്ങൾ ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ശ്രീ മനോടി ഉണ്ടല്ലോ, ഞങ്ങൾ ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചർച്ച ചെയ്തപ്പോൾ എന്തായിരുന്നു അതിന് തൊട്ടുപോലെ ഇവരുടെ നിലപാട്? ഈ സർക്കാർ ഞങ്ങൾക്ക് വിശ്വാസമില്ല. മന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ ആദ്യം ഇറങ്ങിപ്പോകുന്നത്, മന്ത്രി പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാവാതെ ആദ്യം ഇറങ്ങിപ്പോയപ്പോഴും ഇവർ ഒരേ പല്ലവി തന്നെ ആവർത്തിച്ചു, ഈ സർക്കാർ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നാഴിക്ക് 40 വട്ടം ഈ സർക്കാരിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു നടക്കുകയും ഏറ്റവും ഒടുവിൽ ഞങ്ങളും മാനേജ്മെന്റും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ച എന്ന് ഇവർ പറയുന്ന ചർച്ചയുടെ ഭാഗമായി ഉണ്ടായ തീരുമാനത്തിന്റെ മിനിറ്റ്സ് കോപ്പി അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഇവർ. അത്രമേൽ പരാജയപ്പെട്ട ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ABVP-യും KSU-യും ഉൾപ്പെടുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അശ്ലീല മഴവിൽ സഖ്യം നേതൃത്വം നൽകിയ ലോ അക്കാഡമിയുടെ വാതിൽക്കലത്തെ വ്യാജ വിദ്യാർത്ഥി സമരം. ശ്രീ മനു അല്ലെങ്കിൽ ശ്രീ KSU-ന്റെ പ്രതി, നിങ്ങൾ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. തിങ്കളാഴ്ച മുതൽ ലോ അക്കാഡമിയിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഈ സമരത്തിൽ SFI നേടിയെടുത്ത ഐതിഹാസിക വിജയത്തിന്റെ മുദ്രാവാക്യങ്ങളെ മാറോടണച്ച് പിടിച്ചുകൊണ്ട് ലോ അക്കാഡമി ക്യാമ്പസിലെ 60% വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറി നിന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിന്റെ സമൂഹം ആ കാഴ്ച കാണുമ്പോൾ അപ്പോൾ മനസ്സിലാകും ഈ വിദ്യാർത്ഥി സമരത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ആ ലോക്കൽ പ്രദേശത്തുള്ള പ്രദേശവാസികളായ കുറെ RSS-കാരും കുറെ ക്രിമിനലുകളും അല്ലാതെ മറ്റാരും BJP-യുടെ ABVP-യുടെ സമരപന്തലിൽ ഉണ്ടായിരുന്നില്ല എന്ന വസ്തുതാപരമായ യാഥാർത്ഥ്യത്തെ ഇവർ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ V. മുരളീധരൻ മാറി 5 ദിവസക്കാലം നിരാഹാര സമരം കിടന്നിട്ട് അർദ്ധരാത്രി ഒളിച്ചു കിടന്നു പോയ ഒരു മനുഷ്യൻ കേരളത്തിലെ KSU-കാരോ ABVP-കാരോ MSF-കാരോ മാത്രമല്ല നമ്മുടെ നാട്ടിൽ എത്രയോ പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിരാഹാര സമരം നടത്തിയിരിക്കുന്നു. ആ നിരാഹാര സമരം എന്ന പ്രോജ്വലമായ സമരത്തിന്റെ ഭൂതകാല ചരിത്രത്തെ ഇതേപോലെ അപമാനിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുമോ? ഇവർ ഹർത്താൽ നടത്തി. എന്തിനു വേണ്ടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താൽ നടത്തിയ? ഒഴിവാക്കിയ പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കാരണം ആദ്യം ഹർത്താൽ നടത്തിയ തിരുവനന്തപുരം ജില്ലയുടെ ചരിത്രത്തിൽ BJP അറിയപ്പെടാൻ വേണ്ടി പോവുക. ഇവർ വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ദ് നടത്തി. പിന്നെ ABVP നടത്തുന്ന വിദ്യാഭ്യാസ ബന്ദിന് കേരളത്തിലെ ഒരു കലാലയങ്ങളിലും പ്രാമുഖ്യമില്ല എങ്കിൽ പോലും എന്തിനു വേണ്ടി ഇവർ വിദ്യാഭ്യാസ ബന്ദ് നടത്തിയേ? കേരളത്തിലെ ഒട്ടുമുക്കാൽ വരുന്ന വിദ്യാർത്ഥികളോടും ABVP എന്താ വിളിച്ചു പറഞ്ഞേ? SFI സമരം മുഖാന്തരം ഒഴിവാക്കപ്പെട്ട പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസം മുടക്കണം എന്നാ ABVP വിളിച്ചു പറഞ്ഞേ? ഇവർക്ക് ആരോടാണ് യഥാർത്ഥത്തിൽ കമ്മിറ്റ്മെന്റ് ഉള്ളത്? ഇവർക്ക് വിദ്യാർത്ഥികളോടല്ല കമ്മിറ്റ്മെന്റ് ഉള്ളത്. ഏത് വിധേനയും ഈ സമരത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മുൻപോട്ട് കൊണ്ടുപോവുക എന്ന പൊറാട്ട് നാടകം മാത്രമാണ് ഇപ്പോൾ അവിടെ വിദ്യാർത്ഥി സമരം എന്ന പേരിൽ വ്യാജ സമര നാടകം നയിക്കുന്ന KSU-നും ABVP-യും പോലെയുള്ള സംഘടനകൾക്കുള്ളത്. ഇവിടെ K. മുരളീധരൻ സത്യാഗ്രഹം കിടക്കുന്നു. എന്താ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹത്തിന്റെ ആവശ്യം? അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ കൂടിയായുള്ള ശ്രീ K. കരുണാകരൻ അവർക്ക് സൗജന്യമായി പതിച്ചു കൊടുത്ത ഭൂമി തിരികെ ലഭിക്കണമെന്നാണോ ശ്രീ K. മുരളീധരൻ ഇപ്പോൾ സത്യാഗ്രഹം നടത്തിക്കൊണ്ട് ആവശ്യപ്പെടുന്നത്? ഇവരുടെ ഭൂതകാല ചരിത്രം നിറയെ അശ്ലീലങ്ങളുടെയാണ്. വിദ്യാർത്ഥികളെ ഉറ്റുകൊടുത്ത, നമ്മുടെ നാടിന്റെ പൊതുവിദ്യാഭ്യാസത്തെ ഉറ്റുകൊടുത്ത അശ്ലീല ചരിത്രമായി സംഘടനകൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇവർക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിൽ വിദ്യാർത്ഥികളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാമെന്നല്ലാതെ മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് കഴിയാൻ വേണ്ടി പോകുന്നില്ല. തീർച്ചയായും ശ്രീ SR ശക്തിധരൻ, തീർച്ചയായും മനുവിലേക്ക് എത്താം. ശ്രീ SR ശക്തിധരൻ, അതായത് SFI ഒഴികെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നിച്ചാണ് അവിടെ സമരം ചെയ്തത്. SFI ആണ് അവിടുത്തെ ഏറ്റവും വലിയ സംഘടന. SFIയുടേതായ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്യുന്നു. SFIയുടെ ആവശ്യം എന്നത് പ്രിൻസിപ്പൾ ആ സ്ഥാനത്ത് നിന്ന് മാറുക എന്നാണ്. പ്രിൻസിപ്പളായി അവർ ഉണ്ടാകരുത്, രാജിവെച്ചിട്ടായാലും മാറ്റി നിർത്തപ്പെട്ടിട്ടായാലും പ്രിൻസിപ്പൾ എന്ന രീതിയിൽ അവരുണ്ടാകരുത്. അത് ഫാക്കൽറ്റിയിൽ പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന സ്വീകാര്യത അല്ലെങ്കിൽ ആ അത്തരത്തിലൊരു ഉറപ്പ് SFIക്ക് ലഭിച്ചു. SFI സമരം പിൻവലിപ്പിച്ചു. ഇവരുടെ സമരത്തിൻ്റെ കാര്യം വ്യതിരിക്തമായി തുടങ്ങിയ ഈ സംഘത്തിൻ്റെ സമരത്തിൻ്റെ കാര്യം തീർപ്പാക്കേണ്ട കടമ ബാധ്യത SFIക്കുണ്ടോ? ഒരു കാരണവശാലുമില്ല. കാരണം രണ്ടും രണ്ട് ഘട്ടത്തിലാണ് അവിടെ സമരത്തിൽ വന്നത്. അവിടുത്തെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ SFI ഒഴികെയുള്ള മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവിടെ സമരം ആരംഭിക്കുമ്പോൾ SFI ഇല്ലായിരുന്നു ആ സമരത്തിൽ എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ്. അതിനുശേഷമാണ് SFI വരുന്നത്. SFI വരുന്നത് എങ്ങനെയാണ്?
ഈ മറ്റേ അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ ചില നടപടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അവർ സമരപ്പന്തലിലേക്ക് വരുന്നത്. അവർ അവിടെ മറ്റു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി സഹകരിക്കുകയും ചെയ്യുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതിപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. അവരുടെ ആവശ്യം ആ പ്രിൻസിപ്പള് മറ്റേ അവിടെ പ്രിൻസിപ്പളായി തുടരാൻ പാടില്ല. അതിപ്പോൾ രാജിയോ ഒക്കെ എപ്പോൾ വന്നു, രാജി വിളിക്കലൊക്കെ എപ്പോഴാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു, ഇവരിവിടെ തുടരാൻ പാടില്ല. ഇവരിവിടെ തുടർന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ അക്കാഡമിയുടെ മറ്റേ അതിൻ്റെ സാധുതയെ ചോദ്യം ചെയ്യും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ പ്രിൻസിപ്പളിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചത്. പ്രിൻസിപ്പളിനെതിരായിട്ട് മാത്രമാണ് അന്ന് അവരവിടെ സമരം ആരംഭിച്ചത്. അവരുടെ മുദ്രാവാക്യം അതായിരുന്നു. അത് പല തരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നപ്പോഴൊക്കെ അവർ മാറുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ രാഷ്ട്രീയ സമരത്തിന് യാതൊരു സാധ്യതയും ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ സമരം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ ഒരു രാഷ്ട്രീയ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അവരുദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ ഇനിയുള്ള കാര്യങ്ങളിൽ വേറെ തരത്തിൽ അവർക്ക് അതിനെ സമീപിക്കാമല്ലോ. ഇപ്പോൾ അവർ മറ്റേ പ്രിൻസിപ്പള് വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചു, അവരെ കൊണ്ട് കൂലിവേല ചെയ്യിപ്പിച്ചു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നിയമപരമായും വേണമെങ്കിൽ നേരിടാം. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു കാര്യം, ഈ പ്രിൻസിപ്പളിനെതിരായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് സർവകലാശാലയുടെ ഒരു കമ്മിറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ബോധ്യമായി എന്നാണ് പത്രങ്ങളിൽ നിന്ന് വായിച്ചപ്പോൾ നമുക്കെല്ലാം മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളെടുക്കുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ഗിമ്മിക്സുകളും നടന്നിട്ടുണ്ട് എന്ന് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആക്ഷേപിക്കുന്നുണ്ട്. ഇതൊക്കെ പരിശോധിച്ച് അവിടെ ഇനി വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് വിദ്യാർത്ഥി സംഘടനകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ എടുക്കേണ്ടത്. അവിടെ ഇനി ഈ പ്രിൻസിപ്പൾ തൽക്കാലം ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ SFIക്ക് മാനേജ്മെൻറ്റ് കൊടുത്ത, കാരണം ഇവർ എല്ലാവരും വെവ്വേറെയാണല്ലോ സമരം ആരംഭിച്ചത്. ചർച്ചയ്ക്ക് കൂട്ടായി വിളിച്ചു, പക്ഷേ ആ ചർച്ചയിൽ നിന്ന് SFI വഴിയുള്ള വിഭാഗങ്ങൾ ഇറങ്ങിപ്പോയി. അപ്പോൾ അവർ SFIയുമായിട്ട് മാനേജ്മെൻറ്റ് ചർച്ച നടത്തി. സ്വാഭാവികമായും ലോ അക്കാഡമിയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന SFI ആണെന്നുള്ള കാര്യം ഇവിടെ ഇരുന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി നേതാക്കൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കും സമ്മതിക്കേണ്ടി വരും. അപ്പോൾ SFI എടുത്തിട്ടുള്ള ഒരു സമീപനത്തിന് ഒരു താൽക്കാലിക വിജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ സമരത്തിൽ നിന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആ ഒത്തുതീർപ്പാണല്ലോ ഇവരെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. കാരണം അതിനൊരു മിനിറ്റ്സ് വേണമെന്നുള്ളൂ. ആ മിനിറ്റ്സും ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ട് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നിന്ന് പിന്മാറി പിന്നെ ഇത് നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സമരം നടത്താൻ വിദ്യാർത്ഥികൾക്ക്. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, പരീക്ഷിക്കുക. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആശങ്കകൾക്ക് ഒരു വിരാമമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും സമരം നടത്താമല്ലോ. അങ്ങനെ വന്നില്ലെങ്കിൽ അത് അങ്ങനെ ആയതുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറിയ SFIക്ക് തന്നെ അതൊരു വലിയ രാഷ്ട്രീയമായ തിരിച്ചടിയാവില്ലേ? അതൊക്കെയല്ലേ മനസ്സിലാക്കേണ്ടത്. നമ്മളിവിടെ വെറുതെ സമരത്തിന് വേണ്ടി സമരം നടത്തണം എന്ന് ഉള്ള അഭിപ്രായമില്ല. അങ്ങനെ ചില സംഘടനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ വസ്തുതയുമാണ്. വിദ്യാർത്ഥി സമരങ്ങളിൽ ചരിത്രത്തിലും അത്തരത്തിലുള്ള ഒട്ടേറെ സമരങ്ങളുണ്ടായിട്ടുണ്ട്, വിദ്യാർത്ഥികളുടെ മാത്രമല്ല എല്ലാവരുടെയും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷം ഇതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഇപ്പോൾ മറ്റന്നാൾ തിങ്കളാഴ്ച സിൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനിയും വരും. നിയമപരമായി പോകാമല്ലോ, കോടതിയിൽ പോകാമല്ലോ. ഇന്ന് CPI നേതാവ് പറഞ്ഞതുപോലെ അവർക്കെതിരായിട്ടുള്ള മറ്റേ ഹരിജൻ ആക്ഷേപത്തിന് ഗവൺമെൻറ് നടപടി എടുക്കുന്നില്ലെങ്കിൽ കേസിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. അതൊക്കെ ചെയ്യാം. അല്ലാതെ വെറുതെ അനന്തമായ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി ഇനിയും കുറേ ദിവസം കൂടി സമരം നടത്തിയതുകൊണ്ട് നമുക്ക് മനു അതായത് സമവായത്തിൻ്റെ ഒരു സാധ്യതകളെയും തള്ളി ഒരു സാധ്യതകൾക്കും ഇടം കൊടുക്കാതെ ഇത്തരത്തിൽ ഒരു സമരം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകണമെന്ന വാശിയാണോ നിങ്ങൾക്കുള്ളത്? ആണോ, വാശിയാണോ? അല്ലെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ SFIയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ മിനിറ്റ്സ്? അവിടെയാണ് പ്രശ്നം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ജയിക്കിന് അറിയാവുന്ന ഭംഗിയുള്ള മലയാള ഭാഷ, ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ആ മലയാള ഭാഷയിൽ ശുദ്ധ അസംബന്ധം വിളമ്പിയാൽ അത് സത്യമാവില്ല. ഞങ്ങൾ ചോദിച്ചത് SFIയുമായി നടത്തിയ മിനിറ്റ്സിന്റെ കോപ്പിയല്ല. അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റിയത്. 21 അംഗ കമ്മിറ്റി
ഞങ്ങൾ ചോദിച്ചതുമല്ല. അവരിങ്ങോട്ട് മറ്റേ ADM അവിടെ വെച്ച സമയത്ത് ഞങ്ങളുടെ ഒരു അഭിപ്രായ നിലയിൽ പറഞ്ഞത് ഞങ്ങൾ അതൊന്നും അംഗീകരിക്കാനും തയ്യാറല്ല. ഞങ്ങളുടെ ആവശ്യം മുനിസിപ്പാലിറ്റി രാജിയാണ്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ്, അതിൻ്റെ ഇടയിൽ കയറി അതിനെ ട്വിസ്റ്റ് ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 21 അംഗ കമ്മിറ്റി കൂടിയ ട്രസ്റ്റ് മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ 5 പേരെ ശുപാർശ അവർ ഉപസമിതി തീരുമാനിച്ചു എന്ന് പറഞ്ഞു. 5 പേരെ, ആ 5 പേരെ തീരുമാനിച്ചതിൻ്റെ രേഖ, ആ രേഖയിൽ ആ 5 പേര് കണ്ടെത്തിയ കാര്യങ്ങൾ പ്രിൻസിപ്പാളിന് എന്തൊക്കെ എന്നായിരുന്നു പ്രശ്നം. അടുത്ത് ഞങ്ങൾ പറഞ്ഞു 5 പേര് ഉപസമിതി തീരുമാനിച്ചുവെങ്കിൽ ഇത് SFI കുട്ടികളെ കാണിച്ച് അവർക്ക് കിട്ടിയ രേഖ എന്ന് പറയുന്നതിൻ്റെ കോപ്പിയാണ്. ഈ കോപ്പിയിൽ 5 പേരുടെ ഒപ്പ് ഉണ്ട് എന്നാണ് വിജിൻ വരെ അവകാശപ്പെട്ടത് ഒരു ചാനൽ. ഞങ്ങൾ ഈ കോപ്പി സൂക്ഷ്മമായി പരിശോധിച്ചിട്ടും 4 പേരിലപ്പുറം ഒരാളുടെ ഒപ്പ് പോലും കാണാനില്ല. ഇത് വിദ്യാർത്ഥികളെ അവർ കബളിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് തുറന്നു കാണിക്കാനായി. പക്ഷെ പ്രശ്നം ഇതോടുകൂടി ഈ അസംബന്ധം രീതിയിൽ ജയിക്ക് അവതരിപ്പിച്ചത് ആ പ്രിന്ററിന്റെ ബാക്കിയിൽ ഒരു ഒപ്പും കൂടി ഉണ്ട്, 5 പേർ ഒപ്പുണ്ട്. ആ ഒപ്പ് വിജിൻ കാണിച്ചതാണ്. ഇല്ല, ഇത് നാരായണൻ നായർ സാർ ഒരുക്കി ഇട്ടിക്കുന്നതാണ്. ഇതിന്റെ പിറകിൽ 4 എന്ന് കാണിച്ചത് നാരായണൻ നായർ സാറിന്റെ ഒപ്പാണ്. നാരായണൻ സാർ 2 പ്രാവശ്യം ഒപ്പിട്ടാൽ 5 പേരുടെ ഒപ്പാവില്ല. ഇതെന്റെ കോപ്പി ഇരിക്കുന്നു, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതാണ് വിജിൻ അന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത് 5 പേരുടെ ഒപ്പാണ്. ഞങ്ങൾ വീണ്ടും പരിശോധിച്ചു, ഇത് നാരായണൻ നായർ സാറിന്റെ ഒപ്പാണ്. ഇപ്പുറത്ത് നാരായണൻ നായർ സാർ തന്നെയാണ് വീണ്ടും ഒപ്പിട്ടിരിക്കുന്നത്. 5 പേരടങ്ങുന്ന ഉപസമിതിയിൽ 4 പേര് ഒപ്പിട്ടത് വാങ്ങിച്ച് അവർ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛമടക്കി ഇറങ്ങി വന്ന് വിദ്യാർത്ഥികളുടെ സമരം വിജയിച്ചു പറയാൻ ജയിക്കിന് നാണമില്ല. ജയിക്ക് 2 അവരുടെ മിനിറ്റ്സ് ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തതയാണ്. അത് അവർ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പരാതിയില്ല. മനു, ഗവേണിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഈ പുറത്താക്കൽ എന്നുള്ളത് തെളിയിക്കുന്ന മിനിറ്റ്സ് അല്ലേ ഇന്ന് മാനേജ്മെന്റ് ADM-ന് കൈമാറിയത്? ഇനി നിങ്ങൾക്ക് എന്തോ വേണം? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവിടെ പുറത്താക്കിയിട്ടില്ല, പുറത്താക്കി എന്ന് SFIയും നിങ്ങൾ അവകാശപ്പെടുന്നതാണ്. ഞാനിത് തെളിവ് സഹിതമാണ് കാണിച്ചത്. ഇത് വിജിൻ ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും പരിശോധിച്ചു, അതിന്റെ കാര്യങ്ങൾ നോക്കി. ഇത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇത് വെറും ഒരു കടലാസ് മാത്രമാണ്. അവരെ ഉൾപ്പെടെ പറ്റിച്ചു, അതുകൊണ്ടാണ് അവർക്ക് പറ്റിയത്. പിന്നെ ശുദ്ധമായ കുറെ വാക്കുകൾ ഉപയോഗിച്ച് ഇതിനെയൊക്കെ മറച്ചു വെക്കാം. SFIയുടെ പരാജയം അദ്ദേഹം മറച്ചു വെക്കാൻ പെടാപ്പാടുപെടുന്നത് കൈരളിയിലൂടെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. SFI ഉണ്ടാക്കിയ നിങ്ങൾ മിനിമം ആ VS-നെങ്കിലും ബോധ്യപ്പെടുത്തോടെ പോയിട്ട് നിങ്ങളുടെ സെക്രട്ടറിയുടെ CPI-നെയും ASF-നെയും ബോധ്യപ്പെടുത്തു. നിങ്ങൾ ഈ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ ഇല്ല എന്നാണ് ജയിക്കിന്റെ ആരോപണം. പ്രശ്നം അവിടെയുണ്ട്. SFI സമരം നടത്തിയതോടുകൂടി സമരം ശക്തമാകുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികളുടെ എണ്ണം ഒരിക്കലും കുറഞ്ഞിട്ടില്ല. SFIയുടെ പ്രവർത്തകരില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി വിദ്യാർത്ഥികൾ ഒരാൾ പോലും അവർ കൊണ്ടുവരില്ല. ശ്രമിച്ചു. SFIയുടെ ഉള്ള ആൾക്കാരാണ്. SFI ഫീൽഡിൽ നിന്ന് ഔട്ടായതിന്റെ വിഷമം അത്രയേ ഉള്ളൂ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും മറുപടി ഉണ്ട്. മനു അവസാനിപ്പിക്കട്ടെ. മനു അവസാനിപ്പിക്കട്ടെ, ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം. പറയൂ ശ്രീ മനു, നിങ്ങൾ പറഞ്ഞു വളരെ കൗതുകമുണർത്തുന്ന കാര്യങ്ങളാണ്. കാരണം എന്റെ വാക്ചാതുര്യത്തെ കുറിച്ചൊക്കെ മനു ഏറെ വാചാലതാവുന്നു. എന്തായാലും വളരെ സന്തോഷം. നിങ്ങൾ ഉന്നയിച്ച വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന ഗവേണിംഗ് കൗൺസിലിനെ മാനേജിംഗ് കമ്മിറ്റിയുടെ യോഗം കൂടി 21 അംഗ കമ്മിറ്റിയുടെ യോഗം കൂടി 5 അംഗ ഗവേണിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തിയതിന്റെ മിനിറ്റ്സ് ആണ് നിങ്ങൾ ചോദിച്ചത് എന്ന് നിങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രിൻസിപ്പലിന്റെ രാജിയിൽ കുറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ സമരം, പ്രിയപ്പെട്ട മനു, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടാഞ്ഞത് എന്റെ വായിൽ നാക്കില്ലാഞ്ഞിട്ടോ ശ്രീ മനു പറയുന്ന എല്ലാ കാര്യങ്ങളും തൊണ്ട തൊടാതെ ഞാൻ വിഴുങ്ങി അംഗീകരിക്കുന്നത് കൊണ്ടോ ആയിരുന്നില്ല. നിങ്ങൾ സംസാരിച്ചത് ജനാധിപത്യപരമായി കേട്ടിരിക്കാനുള്ള എന്റെ മര്യാദയുടെ ഭാഗമാണ്. എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ ഈ ചാനൽ അവസരം തരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള തിരികെയുള്ള മര്യാദ കൂടെ ഈ ജനാധിപത്യപരമായ ചർച്ച ചെയ്യുന്നതിൽ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഉന്നയിച്ച വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ പറഞ്ഞത് എന്താണ്? അവിടെ ഗവേണിംഗ് കൗൺസിലിന്റെ 5 അംഗ ഗവേണിംഗ് കൗൺസിലിന്റെ മാനേജിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയതിന്റെ മിനിറ്റ്സ് ആണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങൾ ഈ നിമിഷം വരെ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പലിന്റെ രാജിയല്ലേ? അവരുടെ രാജിക്കത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ട് നിങ്ങൾ സമരം അവസാനിപ്പിക്കില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ പിന്നെ എന്തിനാണ് ADM-ഉമായിട്ടുള്ള ചർച്ചയിൽ എന്താ ADM നിങ്ങളോട് അങ്ങോട്ടേക്ക് നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചോ? നിങ്ങൾ മിനിറ്റ്സ് കണ്ടിട്ട് പോകൂ, ദയവായി മിനിറ്റ്സ് കണ്ടിട്ട് പോകൂ എന്ന് നിങ്ങൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചോ? മറ്റേ കാബൂളിവാല സിനിമയിൽ പണ്ട് നമ്മൾ കണ്ടതുപോലെ ശങ്കരാടി കള്ളന്മാർ എവിടെയെന്ന് നമ്മുടെ ജനാർദ്ദന്റെ കഥാപാത്രം വന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതുകൂടെ നോക്കിയിട്ട് പോകാൻ വേണ്ടി പറയുന്ന രംഗത്ത് അനുസ്മരിപ്പിക്കും പോലെയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ADM നിങ്ങളോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടോ? ഞങ്ങളുമായി ചർച്ച നടത്താൻ വേണ്ടി ചുമതലപ്പെട്ട ഗവേണിംഗ് കൗൺസിലിന്റെ 5 അംഗ ഗവേണിംഗ് കൗൺസിലിന്റെ മാനേജിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയതിന്റെ മിനിറ്റ്സ് നിങ്ങൾ കണ്ടേ പറ്റുമെന്ന് ADM വാശി പിടിച്ചോ? നിങ്ങൾ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ADM-ഉമായിട്ടുള്ള ചർച്ചയിൽ. ബാക്കിയുള്ള നിങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ, ബാക്കി ഇതര വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നല്ലോ. പോട്ടെ, രാജിക്കത്തിൽ കുറഞ്ഞ ഒന്നും
കൊണ്ടും തൃപ്തരാകുകയില്ല എന്ന് പ്രഖ്യാപിച്ച നിങ്ങൾ എന്തിനാണ് മിനിറ്റ്സ് കാണാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്? ആ മിനിറ്റ്സിൽ എന്താ? നിങ്ങൾക്ക് സംശയരഹിതമായി അറിയാം ആ മിനിറ്റ്സിൽ എന്തായാലും പ്രിൻസിപ്പളിന് രാജിയില്ല എന്ന്, രാജി കത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ എന്തിനാ മിനിറ്റ്സ് കാണുന്നത്? പിന്നെ നിങ്ങൾ എന്തിനാ മിനിറ്റ്സ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്? ശ്രീ മനു, ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് ഈ വിദ്യാർത്ഥി സമരം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് പോയാൽ മതി എന്ന നിലയിൽ ലോ അക്കാഡമിയിൽ നിങ്ങളുടെ എണ്ണിപ്പെറുക്കാൻ വേണ്ടി കഴിയുന്ന നിങ്ങളുടെ പ്രവർത്തകർ ആ വികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഫൈനലിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി പോവുക. കേരളത്തിന്റെ സർക്കാർ ഒരു അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി ആ പരീക്ഷ എന്ത് തന്നെയായാലും മാറ്റിവെക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം വെള്ളത്തിലാവുന്നത് ബാക്കിയുള്ള ആയിരക്കണക്കിന് വരുന്ന നിയമ വിദ്യാർത്ഥികളുടെ കൂടെ ഭാവിയാണ്. ഞങ്ങൾക്ക് ആ വിദ്യാർത്ഥികളുടെ ഭാവിയോട് നല്ല കമ്മിറ്റ്മെന്റും നല്ല അർപ്പണബോധവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരം ഐതിഹാസികമായ വിജയത്തോടടുപ്പിച്ച തീരുമാനം എടുപ്പിച്ചുകൊണ്ട് തന്നെ ഈ സമരം അവസാനിപ്പിച്ചത്. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോഴും അവിടെയല്ല. നിങ്ങൾ നിയമ വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ല. അവിടുത്തെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് മാനം മര്യാദയ്ക്കും സർവകലാശാല പരീക്ഷ എഴുതി മിടുക്കന്മാരായി മിടുക്കുകളുമായിട്ടുള്ള വക്കീലന്മാരായി പാസ്സായി പോകണം നിങ്ങൾക്ക് താല്പര്യമില്ല. അവിടെ ഏറ്റവും ജനകീയവും ചരിത്രോന്മുഖമായ ഒരു തീരുമാനം ഉണ്ടായിട്ടും നിങ്ങൾ ആ തീരുമാനത്തെ അംഗീകരിക്കാത്ത സ്വാർത്ഥമായ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന്റെ പൊള്ളത്തരത്തിന് വേണ്ടി നിങ്ങൾ ഈ സമരം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കൊന്നും നാളെ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം ഒരു ഘട്ടത്തിലും മാപ്പ് നൽകാൻ വേണ്ടി പോകുന്നില്ല. ശ്രീ മനു, നിങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് എത്ര ആഭാസകരമായ നിങ്ങളുടെ ആവശ്യമാണ് മിനിറ്റ്സ് പരിശോധനയെ സംബന്ധിച്ച് നിങ്ങൾ ഉന്നയിക്കുന്നത്. പിന്നെ ഗവേണിംഗ് കൗൺസിലിന്റെ ഒപ്പിനെ സംബന്ധിച്ച് അവിടെ ഡോക്ടർ ലക്ഷ്മി എസ് നായർ മുഴുവൻ ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ആ ഒപ്പിട്ടിട്ടുള്ള ആ രേഖയിലാണ് ബാക്കി മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കപ്പെട്ടത്. നിങ്ങൾക്ക് രാജിയെക്കുറിച്ച് ഒന്നും നിങ്ങൾ തൃപ്തരാവില്ല എന്ന് പറയുന്ന നിങ്ങൾ പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഒപ്പിട്ട് നൽകിയ ആ മുഴുവൻ ആവശ്യങ്ങളുടെയും എഗ്രിമെന്റ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതില്ല? എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ SRS, അതായത് ആദ്യഘട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയുന്നു, അത് കഴിഞ്ഞ് ചർച്ചയിൽ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അതിൽ വ്യക്തത കുറവാണ് എന്ന് പറയുന്നു, പിന്നീട് അതിൻ്റെ മിനിറ്റ്സ് ആവശ്യപ്പെടുന്നു. മിനിറ്റ്സ് വന്നപ്പോൾ അത് ഒന്നും പോരാ, രാജിവെക്കണമെന്നതിലേക്ക് വരുന്നു. വലിയ വൈരുദ്ധ്യങ്ങളും ചാട്ടങ്ങളും ഇതിലുണ്ട് എന്ന് SFI ചൂണ്ടിക്കാട്ടുന്നതിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനാകില്ല. നിഷ്പക്ഷ നിരീക്ഷണം അല്ല, ഞാൻ ഈ ചർച്ചയുടെ ആദ്യമേ തന്നെ പറഞ്ഞാൽ SFI ഈ സമരത്തിൽ വരുന്നൊരു ഘട്ടമുണ്ട്. അതിന് മുമ്പ് തുടങ്ങിയവരുടെ സമരത്തിൻ്റെ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ചില പുതിയ വിഷയങ്ങളാണ് അവിടെയും സംസ്ഥാനത്താകെയുമെല്ലാം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ SFI ഉയർത്തിയ മുദ്രാവാക്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ പ്രിൻസിപ്പളിനെ ആ സ്ഥാപനത്തിൽ തുടർന്ന് പ്രിൻസിപ്പളായി ഇരുത്തിക്കൊണ്ട് അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള മറ്റേ ഉറച്ച അഭിപ്രായമാണ് അവർ പറഞ്ഞിരുന്നത്. രാജിവെക്കണമെന്നും പറഞ്ഞിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരാളൊന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ പുറത്താക്കണം, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണല്ലോ ഇതിനൊരു ആത്യന്തികമായ റിസൾട്ട് എന്ന് പറയുന്നത്. ആ റിസൾട്ട് അവർ നേടിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പൊളിറ്റിക്സാണ്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായിട്ടുള്ള യുക്തിക്കനുസരിച്ചിട്ട് ആ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവർക്ക് മേൽക്കൈ നേടാൻ, അല്ലാതെ ഇപ്പോൾ ഇവിടെ ഒരു ഭരണമാറ്റമൊന്നും ഉടനെ ഉണ്ടാകാൻ പോകുന്നില്ല. അതല്ല സാർ, ഒരു സംശയം കൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഒന്നുകിൽ സർക്കാർ ഇവരെ പിടിച്ച് വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ ഇവർ സ്വയം രാജിവെക്കണം. ഈ രണ്ടാവശ്യമാണ് ഒരുപക്ഷെ സമരക്കാർ മുമ്പോട്ട് വെക്കുന്നത്, ഇപ്പോൾ തുടരുന്ന സമരക്കാർ മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സമരം എവിടെ പോയി നിൽക്കും? എങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ? സമരം അല്ലെങ്കിലും അങ്ങനെ എവിടെ പോയി അവസാനിക്കും എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് തുടങ്ങിയവർക്ക് വളരെ കൃത്യതയുണ്ട്. അവർക്കത് അറിയുകയും ചെയ്യുക എവിടെ നിർത്തണമെന്നൊക്കെയുള്ള. അതല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇവിടെ യൂണിവേഴ്സിറ്റി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ യൂണിവേഴ്സിറ്റിക്ക് വ്യക്തത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റിയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ ഉള്ള ഒരു മുൻകൈ വിദ്യാർത്ഥികളെടുത്താൽ അതായിരിക്കും മറ്റേ നിയമവിദ്യാഭ്യാസത്തോട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ധർമ്മം എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ തിങ്കളാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലല്ലേ നമ്മൾ. പക്ഷേ ഒരു കൂച്ചുവിലങ്ങിടുക എന്നുള്ള ഒരു കാര്യത്തിൽ ഈ വിദ്യാർത്ഥി സമൂഹം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. സിൻഡിക്കേറ്റിന്റെ നിയമപരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന കോൺഗ്രസ് അംഗങ്ങൾ CPI പുറത്താക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിന് ഇല്ല എന്ന് എബ്രാം ജോൺസൺ എബ്രാമും ഒക്കെ വിവിധ ചേരികളിൽ പ്രമേയം അവതരിപ്പിച്ചുവെങ്കിലും ഷഫീർ അവരാരും മറ്റേ ആ പ്രിൻസിപ്പൾ അവിടെ തുടരണമെന്നുള്ള കാര്യത്തിൽ SFIക്കും താല്പര്യമില്ല, മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കും താല്പര്യമില്ല. അവരത് ചെയ്തു കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ അവർ മാറില്ല എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ചാനലുകളിലൂടെയൊക്കെ കേട്ടതും കണ്ടതും ഒക്കെയാണ്. അങ്ങനെ വന്നൊരു സ്ഥാനത്ത് നിന്ന് അവരെ അവിടെ ഒന്നും അല്ലാതാക്കി അവർ മാറ്റിയിരിക്കുന്നു അവിടുത്തെ ഗവേണിംഗ് ബോഡി എന്നുള്ളത്
കാര്യം നിസ്സാര കാര്യമാണ് ഒരു സമരത്തെ കാര്യമല്ല. സംബന്ധിച്ചിടത്തോളം. അതാണ് മനു. ഒരു സമരവും 100% വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മൂന്നാർ പറ്റില്ല. സമരം നമ്മൾ ഞാൻ കണ്ടതാണ്. പറഞ്ഞില്ലേ, അതായത് ഇവിടെ നിർത്തുക, അതായത് ഇവിടെ നിർത്തിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അതാണ്. അത് നിയമപരമാണെങ്കിൽ നിയമപരം, വേറെ ഏതെങ്കിലും തരത്തിൽ യൂണിവേഴ്സിറ്റിക്കകത്താണെങ്കിൽ അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിൽ ഈ പ്രശ്നം ഇവർക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാതെ അവിടെ അനന്തമായി എൻ്റെ വാതിക്കെ കുത്തിയിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ എക്സാം മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ഈ സന്ദർഭത്തിൽ അത് ഗുണകരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അവർക്ക് തൽക്കാലം അതാണ് മനു. അതായത് സമരം ചെയ്ത് ശീലമില്ലാത്തതിന്റെ പക്വതക്കുറവാണ് നിങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് നാളെ ചരിത്രം വിലയിരുത്തും. ഒരുപക്ഷെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിന്റെ ഫലം എന്നത് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് സാധ്യമായിരിക്കുന്നു. പ്രിൻസിപ്പൽ കസേരയിൽ അവരുണ്ടാകില്ല എന്നത്. ആൺപൂച്ചയായാലും പെൺപൂച്ചയായാലും എലിയെ പിടിച്ചാൽ പോരെ? നിങ്ങൾ ഇങ്ങനെ തന്നെ വേണമെന്ന് എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? അതാണ് നിങ്ങളുടെ പൊളിറ്റിക്സ് എന്നത് വിദ്യാർത്ഥി സമരത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കാരണം. ആ യുക്തി മണ്ഡലത്തെക്കുറിച്ചാണ് ശ്രീ SRS സൂചിപ്പിച്ചത്. സമരം ചെയ്ത് പരിചയമില്ലാത്ത വിദ്യാർത്ഥി സംഘടന തീർച്ചയായും SFI ഈ പറഞ്ഞ രീതിയിലുള്ള ഒത്തുതീർപ്പും അതുപോലെ തന്നെ കീഴടങ്ങലും പോയിരുന്ന് ഇപ്പോൾ ജയിക്ക് സൂചിപ്പിച്ചതുപോലെ 5 പേരടങ്ങുന്ന ഗവേണിംഗ് ബോഡിയിലെ ലക്ഷ്മി നായർ അവർ ഒപ്പിട്ടിട്ടില്ല, എന്തോ അസൗകര്യമെന്നാണ് ജയിക്ക് അതിനെ വിശേഷിപ്പിച്ചത്. അതെ, അവരുടെ അസൗകര്യം കൊണ്ട് ഒപ്പിട്ടില്ല എന്ന് ജയിക്ക് സൂചിപ്പിച്ചു. ഇവിടെ അങ്ങനെ 5 പേരടങ്ങുന്ന ലക്ഷ്മി നായർ ഒപ്പിടാത്ത പേപ്പർ, ആ കടലാസ് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ സമരം വിജയിപ്പിച്ചു എന്ന് പറയുന്ന സമര രീതി ഞങ്ങൾക്കറിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഞങ്ങൾ ന്യായമായി വിദ്യാർത്ഥികളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഈ സമരത്തെ നിങ്ങൾ കുറച്ചു കാണിക്കാൻ, അല്ലെങ്കിൽ SFIയുടെ പരാജയത്തെ, SFI പിന്മാറിപ്പോയതിൻ്റെ അവരുടെ ഇളഭ്യത, SFIയിലെ വിദ്യാർത്ഥികൾ പോലും SFIയെ കുറ്റം പറയുന്നതും പരസ്യമായി ഫേസ്ബുക്കുകളിൽ പോസ്റ്റ് ഇടുന്നതും, SFIയുടെ പ്രവർത്തകർ തന്നെ 7ലധികം പ്രവർത്തകർ ASFലേക്ക് വന്നു എന്നുവരെയുള്ള വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും ശ്രദ്ധ ചെലുത്തുവാൻ ജയിക്കിനെ പോലുള്ളവർ വേവലാതിപ്പെടുന്നത് ഞങ്ങൾക്ക് ഈ ചർച്ചയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ജയിക്കിനോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ അവിടെ പരാജയപ്പെട്ടതിൻ്റെ ആ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കൂ. വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവെക്കാൻ. പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനല്ല. ഒരു പൊളിറ്റിക്സിനും ഇല്ലാത്ത നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സംയുക്ത സമരസമിതിയിലെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഇപ്പോൾ SFI എടുത്ത തീരുമാനത്തോട് അംഗീകരിച്ചു എന്നൊക്കെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും. തീർച്ചയായും ഒരു സംശയമില്ല. തീർച്ചയായും ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം ഒരു സംഭവം കൂടെ സൂചിപ്പിക്കാം. ഈ സമരം കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാനവിടെ തുടക്കം മുതൽ സമരത്തിലുണ്ടായിരുന്നതാണ്. ജയിക്ക് എന്ന് പറയുന്ന KV സുധീഷ് അനുസ്മരണ പ്രഭാഷണത്തിനും അതിനുശേഷം ലക്ഷ്മി നായരുമായി ചർച്ച നടത്താൻ മാത്രം ആ ക്യാമ്പസിൽ വന്ന ആളാണ് ജയിക്ക്. അല്ലാതെ ആ ക്യാമ്പസിൽ ഒരു ഇതിലും വന്നിട്ടില്ലാത്ത ആളാണ് ജയിക്ക്. ഞാൻ വെറുതെ പറയുന്നില്ല, കൃത്യമായി പറയുന്നതാ. തുടക്കം മുതൽ ആ ചർച്ചയിൽ ഉണ്ടായിരുന്ന ആളും അവിടുത്തെ സമരങ്ങളുമായി ബന്ധപ്പെട്ട ആളാണ്. ഈ സമരം അവസാനം SFI കെട്ടിയ കൊടിമരം, അതെ, ഒരുപാട് തിരക്കുണ്ട്. USന് വരാൻ പറ്റി, അതുപോലെ തന്നെ കാനം രാജേന്ദ്രന് വരാൻ പറ്റി. ജയിക്കിന് അവർക്കൊക്കെ ശേഷമേ വരാൻ പറ്റുള്ളൂ. ഞാൻ കുറ്റപ്പെടുത്തിയില്ലല്ലോ. ഒരുപാട് തിരക്കുള്ള ആളായിരിക്കും, ആയിക്കോട്ടെ. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കാൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളായിരിക്കും ജയിക്ക്. മറ്റു വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഇടപെടേണ്ടി വരും, കാരണം അവരെയൊക്കെ കാലം തിരക്കുള്ള ആളാണ് ജയിക്ക്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ആ അവസാനത്തെ സമയം പറയാം. ആ ബ്ലൈഡ് എടുത്തു വെച്ചിട്ട് SFI കെട്ടിയ കൊടിമരം അറക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിയുള്ള ആൾക്കാർ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറണം. ഞാനിത് എൻ്റെ ദൃക്സാക്ഷിയാണ് ആ സംഭവത്തിന്. ആ വിദ്യാർത്ഥികൾ മുഖമടച്ച് നിങ്ങൾ ഞങ്ങളെ ചതിക്കും എന്ന് ഞങ്ങൾക്ക് നേരത്തെ എല്ലാവരും പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ ഈ സംയുക്ത സമര സമിതിയോടൊപ്പം നിങ്ങളെയും ചേർത്ത് നിർത്താൻ ശ്രമിച്ചത് നിങ്ങൾ മുൻപ് നടത്തിയ ഏതെങ്കിലും വിശേഷങ്ങളിൽ അല്ലെങ്കിൽ SFIയോട് ഒരു ചെറിയ അനുകമ്പ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ നടത്തുന്നത് വെറും വാചകമടിയാണ് എന്ന് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. SFI അംഗീകരിക്കപ്പെട്ട സംഭവത്തിന്റെ മിനിറ്റ്സ് നിങ്ങൾ എന്തിനാ തേടിയത്? SFI അംഗീകരിച്ച മിനിറ്റ്സ് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അത് വീണ്ടും ആവർത്തിച്ചിട്ട് ADMന്റെ ചർച്ചയിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ ഇതിന് രേഖയായി പറഞ്ഞത് മിനിറ്റ്സ് ആണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഈ SFI ഞങ്ങൾ പറഞ്ഞത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മനു ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. മിനിറ്റ്സിനെ സംബന്ധിച്ച് ഉള്ള ആധികാരികതയുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചത് മനു ആണെന്ന്. അല്ലല്ല, SFI അവിടെ കാണിച്ച പൊറാട്ടു നാടകം തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ഞങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കപ്പെട്ടതിൽ SFI വേവലാതിപ്പെടുന്നത് അവരുടെ അവകാശം, അവർക്ക് സ്വാഭാവിക അവകാശം. അവർ അത് കള്ളത്തരം പൊളിക്കാൻ സാധിക്കും. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇതിലുണ്ട്. ഒരു നിഷ്പക്ഷ നിരീക്ഷണത്തിൽ എനിക്ക് ബോധ്യമാകുന്ന പല വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് നിലവിൽ നിൽക്കുന്ന ആ പ്രിൻസിപ്പളിനെ രാജിവെക്കണം എന്നതിലേക്ക്
അവിടെ ആ പ്രിൻസിപ്പൾ ഉണ്ടാകില്ല എന്ന് ഔദ്യോഗികമായി അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ, ഒരുപക്ഷെ സിൻഡിക്കേറ്റിന് ആ ഉത്തരവാദിത്തമില്ല, സർക്കാരിന് പോലും അതിൽ ഇടപെടുന്നതിൽ പല പരിമിതികളുണ്ട്, കോടതിയിൽ അത് ചലഞ്ച് ചെയ്യാനാകും. ആ സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. 5 വർഷത്തേക്ക് ഫാക്കൽറ്റിയിൽ പോലുമില്ല എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തുതീർക്കാവുന്ന സമരമല്ലേ അക്കാദമിയിലുള്ളത്? പിന്നെ എന്ത് രാഷ്ട്രീയ താല്പര്യമാണ് ഷഫീർ അതിനകത്ത് കാണേണ്ടത്? ഞാൻ അജിം ഷാദിനും ജയിക്കിനും ഒരുമിച്ച് മറുപടി പറയാം. ജയിക്കേ, ഈ സമരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ജയിക്ക് അവിടെ വന്നല്ലോ. ലോ അക്കാഡമിയുടെ മുമ്പിൽ നിരവധി വാർത്താ ചാനലുകളുടെ OB വാനുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ജയിക്ക് പറഞ്ഞ വാചകങ്ങൾ ഇന്നും ലൈബ്രറിയിലുണ്ട്. എന്താണെന്നറിയോ? പ്രിൻസിപ്പളിൻ്റെ രാജിയിൽ കുറഞ്ഞ ഒരൊറ്റ തീരുമാനത്തോടും SFI യോജിക്കില്ല. വിദ്യാർത്ഥി വർഗത്ത് ഞങ്ങൾക്ക് ഒരു പ്രഷറും പുറകിൽ നിന്നില്ല. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത് രാജിയുടെ ആവശ്യം മാത്രമാണ്. ഈ ജയിക്കാണ് പറഞ്ഞത്. 2, ജയിക്കേ, നിങ്ങളിപ്പോൾ പറഞ്ഞു സമരത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞു. സമരത്തിൻ്റെ ഘട്ടം കഴിഞ്ഞെങ്കിൽ എന്തിനാണ് ജയിക്കേ നിങ്ങളുടെ സർക്കാർ RDOയെയും ADMനെയും ഒക്കെ വീണ്ടും വീണ്ടും ചർച്ചകൾക്ക് വേണ്ടി വിളിക്കാൻ നിങ്ങൾ ക്ഷണിക്കുന്നതിനാ? ഇനി ജയിക്കേ, നിങ്ങൾക്ക് SFI നടത്തിയ സമരം, ജയിക്ക് സംസ്ഥാന അധ്യക്ഷനാണ്, ജയിക്കിൻ്റെ പാർട്ടി എടുത്ത ഒരു സമരത്തെ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പറായിരുന്ന നിങ്ങളുടെ ഈ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് VSനെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ജയിക്കേ? നിങ്ങളുടെ അവിടുത്തെ യൂണിറ്റിലെ 2 കുട്ടികൾ നിങ്ങൾക്ക് തുറന്ന കത്തെഴുതിയത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ജയിക്കേ. ജയിക്കറിയോ, ജയിക്കിനെ ഈ പറയപ്പെടുന്ന ഈ പേപ്പറും എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറത്താക്കി എന്ന് പറയപ്പെടുന്ന വിജയമുണ്ടല്ലോ, അത് ഹൈക്കോടതിയിൽ നിലനിൽക്കും. ഇത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ലക്ഷ്മി നായർ പോയാൽ ഈ പേപ്പർ നിലനിൽക്കുമെന്ന് നെഞ്ചത്തടിച്ച് പറയാൻ പറ്റുമോ ജയിക്ക്? പറ്റില്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ചില മുദ്രാവാക്യങ്ങളുണ്ട്. ആ ഷഫീർ, എന്താണ് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ വിധം? ഞാൻ ചോദിക്കട്ടെ, സ്പെസിഫിക് ആവും. എന്താണ്? സമയപരിമിതി ഉണ്ട്. എന്താണ് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത വിധം ഉള്ള മൂവ്മെന്റ് എന്താണ് നടത്താനാകുന്നത്? അത് പറയൂ. ലക്ഷ്മി നായർ കോടതി പോവാണ്. കോടതി പോയിട്ട് പറയുകയാണ് എന്റെ നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ ഗവേണിംഗ് അങ്ങനെ വരാതിരിക്കാൻ എന്ത് വേണം? അത് മനസ്സിലായി, താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ വരാതിരിക്കാൻ എന്ത് വേണം? എനിക്കൊരു നോട്ടീസ് പോലും തന്നില്ല, എന്റെ മറുപടി വാങ്ങിയില്ല, എന്നെ കേട്ടില്ല, അതിനകത്ത് ഗവേണിംഗ് ബോഡി അവരെ റെസൊല്യൂഷൻ പാസ്സാക്കിയില്ല, എന്റെ ഭാഗം കേൾക്കാതെയാണ് ഇങ്ങനെ തീരുമാനമെടുത്ത് തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്തത്, എന്നെ ബോധിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഫസ്റ്റ് സിറ്റിംഗിൽ ഔട്ടാവും. അവിടെ ചെയ്യാൻ പറ്റുന്ന ഇത്ര കാര്യം ഹൈക്കോടതിയിൽ നമുക്ക് പറഞ്ഞു നിൽക്കാം. എങ്ങനെയെന്നറിയോ? ഇതാ ഞാൻ സാങ്കേതികമായി രാജിവെച്ചു. തയ്യാറാകണം, അവര് തയ്യാറാകണം. വിദ്യാർത്ഥികളുടെ ദ്രോഹം ചെയ്ത ഒരു വ്യക്തി അതിന് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ? അല്ല, ഒരു മിനിറ്റ്, ഇത്രയും ചെയ്താൽ മതി. ഒരു കാര്യം ചെയ്യാം. അതിനകത്ത് അവർ 21 ഗവേണിംഗ് ബോഡി വിളിച്ചു കൂട്ടട്ടെ. 21 ഗവേണിംഗ് ബോഡി വിളിച്ചു കൂട്ടിയതിനു ശേഷം കൃത്യമായ ഡേറ്റ് വെച്ചുകൊണ്ട് അവർക്ക് നോട്ടീസ് കൊടുക്കട്ടെ. നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തട്ടെ. നോട്ടീസിന് അവർക്ക് മറുപടി കൊടുക്കാൻ സമയം കൊടുക്കട്ടെ. മറുപടി വന്നതിന് ശേഷം അവരോട് വീണ്ടും വിശദീകരണം ചോദിക്കട്ടെ. അവരെ രേഖകളുമായിട്ട് അവരെ വിളിച്ചു വരുത്തട്ടെ. അതിനുശേഷം അവരെ ഗവേണിംഗ് ബോഡി കൂടി സിൻഡിക്കേറ്റിന് ഇവരെ പുറത്താക്കിയതായിട്ട് രേഖ കൊടുക്കട്ടെ. സെക്ഷൻ 1979 സെക്ഷൻ യൂണിവേഴ്സിറ്റി ആക്ട് 40 ക്ലോസ് A ക്ലോസ് 3 അനുസരിച്ച് ഞങ്ങൾ അവരെ മാറ്റിയതായിട്ട് രേഖ കൊടുക്കട്ടെ. അല്ല, ഈ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കാണ്. രേഖകൾ നിയമം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചാമക്കാല ഒന്ന് അവതരിപ്പിക്കുന്നു, പിന്നെ ഒരു ഗ്രൂപ്പ് വഴക്ക് ഞങ്ങളില്ല. ഒരു പ്രമേയം പാസ്സാക്കുന്നു, ഓരോരുത്തർക്ക് പ്രത്യേക അതിനെ സ്വയം പിന്തുണയ്ക്കുന്നു. ഗോപകുമാറിനെതിരെ മാത്രം നടപടി. ഞാനൊരു കാര്യം പറയട്ടെ. കെ മുരളീധരൻ അവിടെ പട്ടിണിക്കിട്ട് കൂടുതൽ കാലം വലയ്ക്കാനുള്ള താങ്കൾ ജയിക്ക് പറഞ്ഞല്ലോ, ശ്രീ കെ കരുണാകരന്റെ കാര്യം പറഞ്ഞല്ലോ. ജയിക്ക് ആലോചിക്കേണ്ടത്, ശ്രീ കെ കരുണാകരൻ ഭൂമി പതിച്ചു കൊടുത്തത് ഗവർണർ VR കൃഷ്ണയ്യർ, 3 ഹൈക്കോടതി ജഡ്ജിമാർ, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടുന്ന ട്രസ്റ്റിനാ. സെക്ഷൻ ചാപ്റ്റർ 24 അല്ല, ഒരു മിനിറ്റ്, സെക്ഷൻ ചാപ്റ്റർ 24 സെക്ഷൻ 19 ക്ലോസ് 2 അനുസരിച്ച് ട്രസ്റ്റിൽ എന്തെങ്കിലും മാറ്റം ട്രസ്റ്റിന് വരുത്തേണ്ടി വന്നാൽ അത് കൃത്യമായിട്ട് സർക്കാരിനെ അറിയിച്ചിട്ടില്ല എങ്കിൽ സെക്ഷൻ 56 അനുസരിച്ച് സർക്കാരിന്റെ ട്രസ്റ്റ് പിരിച്ചുവിടാം, ഈ ഭൂമി ഏറ്റെടുക്കാം. നിങ്ങൾ ചെയ്യാൻ തയ്യാറാവോ? ഇനി ഒരു മിനിറ്റ്, ഉമ്മൻചാണ്ടിയുടെ കാര്യം ഇപ്പോഴത്തെ കാര്യം പറയുമ്പോൾ ഉമ്മൻചാണ്ടി കയറി പിടിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ ഭരിക്കുന്ന ഉമ്മൻചാണ്ടി അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആരാ ഭരിക്കുന്നത്? ഉമ്മൻചാണ്ടി അല്ലല്ലോ. എത്ര വർഷത്തിനുള്ളിൽ ട്രസ്റ്റിന്റെ മാറ്റം ഉണ്ടായിട്ട് ഷഫീർ ഉരുണ്ട് കളിക്കുന്നു. തീർച്ചയായും ജെയ്ക് സി തോമസ്, അതായത് ഒരുപക്ഷെ SFIയുടെ സമരം ഒരുപക്ഷെ സമവായത്തിലേക്കെത്തി അതിൽ പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒരു പഴുതടച്ച നീക്കം സാധ്യമായില്ല. അതിൻ്റെ പരിഭവമാണ് ഇപ്പോൾ ഷഫീറും മനുവുമൊക്കെ
വാദിക്കുന്നത്. അങ്ങനെ പഴുതടച്ച ഒരു സംവിധാനത്തിലേക്ക് പോകാനുള്ള ക്ഷമയും പ്രായോഗികതയും SFIക്ക് അറിഞ്ഞുകൂടാത്തതല്ലല്ലോ ശ്രീ ജേക്ക്. അതിനു മുമ്പ് ഒരു 3 മിനിറ്റ് സമയം തരണം. കാരണം ഇവര് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിമർശനങ്ങൾ ഈ ചാനലിന്റെ മുറികളിൽ വന്നിരുന്ന ചർച്ചയുടെ ഭാഗമായി ഉന്നയിച്ചു. ഇപ്പൊ ഇതിൽ ശ്രീ മനുവിന് വേവലാതി ഞാൻ ആ സമരപ്പന്തലിൽ എത്താത്തതുകൊണ്ടാണ്, എന്റെ തിരക്കൊക്കെയാണ് ശ്രീ മനുവിന്റെ പ്രശ്നം. ശ്രീ മനുവിന് എന്നെ കുറിച്ച് വേവലാതിയുള്ളതും എന്റെ സാന്നിധ്യം ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥി സമരത്തിൽ അനിവാര്യമാണെന്ന് അറിഞ്ഞതിലും ശ്രീ മനു പോലും കരുതുന്നതിൽ എനിക്ക് നല്ല ആഹ്ലാദമുണ്ട്. കാരണം അത്രമേൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് SFIയുടെ പ്രസൻസിനെ, ABVP പോലും ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് ആഹ്ലാദകരമാണ്. മനു ചാനൽ ചർച്ചയിൽ തുറന്ന് സമ്മതിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നാളെ അക്കാഡമിയിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു, സന്തോഷം. പിന്നെ ഇവിടെ ശ്രീ മനുവിന്റെ ആളുകൾ അവിടെ സത്യാഗ്രഹ സമരം, നിരാഹാര സമരം ഒക്കെ രാത്രി വീട്ടിൽ പോയിട്ട് വന്നിട്ടൊക്കെ ആണെങ്കിലും തട്ടിക്കൂട്ടിൽ ഒരു സമരമൊക്കെ നടത്തുന്നുണ്ടല്ലോ. ശ്രീ മനു സഖാവ് വി എസിനെ സംബന്ധിച്ചാണ് ശ്രീ മനുവിന്റെ ആശങ്ക. ഒരാശങ്കയും വേണ്ട ശ്രീ മനു. സഖാവ് VS ഉന്നയിച്ചത് ഭൂമിയെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ആ ഭൂമിയെ സംബന്ധിച്ചുള്ള സഖാവ് VSന്റെ പരാതിയിൽ ഇപ്പോൾ തന്നെ റവന്യൂ മന്ത്രിയെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഖാവ് VSന്റെ പരാതിക്ക് ഇപ്പോൾ തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട്. പിന്നെ സഖാവ് VSനെ സംബന്ധിച്ച് ശ്രീ മനു ആശങ്കപ്പെടുമ്പോൾ ഞാൻ ഒരു പേര് അങ്ങോട്ട് പറഞ്ഞുതരാം. ശ്രീ അയ്യപ്പൻ പിള്ള. നിങ്ങളുടെ സമരം ചെയ്യുന്ന പരമമാന്യന്മാരായ നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർക്കറിയാം, ശ്രീ മനുവിന് അറിയില്ലെങ്കിൽ. 102 വയസ്സുണ്ട്. ലോ അക്കാഡമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗമാ. നിങ്ങൾ മനു പ്രസംഗിക്കുന്ന 4 ഒപ്പിൽ ഒരൊപ്പിന്റെ ഉടമയാ. ആരാ മനു? നിങ്ങൾ പറയുവോ? സമരം എന്തൊക്കെ ചെയ്തിരുന്ന അർദ്ധരാത്രി പോയി വീട്ടിൽ പോയി തിരികെ വന്ന് സമരം ചെയ്ത വി മുരളീധരൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന VV രാജേഷ് പറഞ്ഞത് ആരാണ്? തിരുവനന്തപുരം ജില്ലയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, നിങ്ങളുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു. ആ മനുഷ്യനാ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞേ നിങ്ങൾ നടത്തുന്ന സമരം അവസാനിപ്പിക്കണമെന്ന്. അതുകൊണ്ട് VSന്റെ പേര് പറയാൻ വേണ്ടി നടക്കുന്ന മനു ആദ്യം പോയി നിങ്ങളുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ അയ്യപ്പൻ പിള്ളയെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് മതി നിങ്ങൾ സഖാവ് VSന്റെ കാര്യം വർത്താനം പറയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ. പിന്നെ ശ്രീ ഷഹീറിന്റെ വിമർശനം വല്ലാത്ത വിമർശനമാണ് കേട്ടോ. കോൺഗ്രസിൽ ഗ്രൂപ്പില്ലാന്ന് ശ്രീ ഷഹീർ, നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ തലതൊട്ടപ്പന്മാർ നിങ്ങളെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. കോൺഗ്രസിൽ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞാൽ KSUവിന്റെ കൊടിമരത്തിൽ തന്നെ അയ്യെന്ന് വേയെന്ന് എഴുതി വെച്ച് കൊടിമരം സ്ഥാപിച്ച വേഗം പറയാം. അയ്യപ്പൻ പിള്ള എന്ന് പറയുന്ന BJP നേതാവ് ഒപ്പിട്ട് കൊടുത്ത കടലാസ് പൊക്കിപ്പിടിച്ചു നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു BJP നേതാവിന്റെ നേതൃത്വത്തിൽ ആൾക്കാരല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം നടത്തുന്ന അയ്യപ്പൻ പിള്ള സാർ ഒപ്പിട്ടോടെ നിങ്ങൾക്ക് സ്വീകാര്യമായിരിക്കും, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പക്ഷത്താണ്, ഒരു രാഷ്ട്രീയ പക്ഷത്തുമല്ല. ഞങ്ങൾക്ക് സിൻഡിക്കേറ്റ് യോഗത്തിൽ പോലും സിൻഡിക്കേറ്റ് വിഷയത്തിൽ പോലും ചേരിതിരിഞ്ഞ് ഗ്രൂപ്പ് കളിച്ച പാരമ്പര്യമുള്ള ആളുകളാണ് നിങ്ങൾ. ആ നിങ്ങളാ ഇവിടെ വന്നു നിന്ന് ലോ അക്കാഡമിയിലെ എന്തുകൊണ്ടാണ് വരാതെ? നിങ്ങൾ പറയണല്ലോ, നിങ്ങൾ തീരുമാനിക്കണല്ലോ. സമയപരിമിതി കൊണ്ട്, അതായത് ഈ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് സമരത്തെ ഇപ്പോഴും വേട്ടയാടുന്നത്. ഇനി ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല, കാര്യകാരണങ്ങൾ സഹിതം ജനങ്ങൾ തീരുമാനിക്കട്ടെ. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.